പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം താണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനമാണ് 42-ാം സങ്കീർത്തനം. ഒരിക്കൽ സാത്താൻ തൻ്റെ ആയുധങ്ങൾ, പഴകിയ ആയുധങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരു പ്രദർശനശാല ഒരുക്കി. ആ പ്രദർശനശാലയിൽ സാത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിച്ച് വിജയം കണ്ടെത്തിയ ആയുധങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വെച്ചിട്ടുള്ളത്. സാത്താൻ ഒരുക്കിയ പ്രദർശനശാല കാണുവാൻ ധാരാളം ആളുകൾ തിങ്ങിക്കൂടി. ഈ പ്രദർശനശാലയുടെ മധ്യഭാഗത്ത് ഒരു പ്രത്യേക ആയുധം വളരെ ഉയരത്തിൽ അലങ്കരിച്ച് സാത്താൻ സ്ഥാപിച്ചിരുന്നു. പ്രദർശനശാല സന്ദർശിച്ച എല്ലാവരും അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ഓർത്തു. ഒരാൾ സാത്താനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിരാശ എന്ന ഈ ആയുധത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? സാത്താൻ പറഞ്ഞു, ഇതുപോലെ ഫലപ്രദമായ ഒരായുധം മറ്റൊന്നുമില്ല. ഭക്തനിലും അഭക്തനിലും ഒരുപോലെ പ്രയോഗിച്ച് വിജയം കണ്ടെത്തിയ ആയുധമാണ് നിരാശ. അതുകൊണ്ടാണ് ഈ പ്രദർശനശാലയിൽ നിരാശ എന്ന എൻ്റെ
പഴയ ഈ ആയുധത്തിന് പ്രാധാന്യവും വലിയ വിലയും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് സാത്താൻ പ്രതിവചിക്കുകയുണ്ടായി. ഈ സാങ്കല്പികമായ കഥ ഓർപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. നിരാശ ഏത് മനുഷ്യനെയും ജീവിതത്തിൻ്റെ ഒരവസരത്തിലല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ബാധിക്കുന്നതാണ്. ഭക്തനെയും അഭക്തനെയും, പണ്ഡിതനെയും പാമരനെയും, ധനവാനെയും സമ്പന്നനെയും ദരിദ്രനെയും എല്ലാം. പ്രവാചക ശ്രേഷ്ഠനായിട്ടുള്ള ഏലിയാവ് പോലും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വളരെ വളരെ നിരാശനായി തീർന്നു. മരുഭൂമിയിലെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, ഇനി ഒരല്പം പോലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല, ഇവിടെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന്. എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് നിരാശ. മോഹഭംഗങ്ങളായിരിക്കാം നമ്മുടെ നിരാശയ്ക്ക് കാരണം. പക്ഷേ 42-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഒരു നിരാശയുടെ രാഗത്തിലാണ് എങ്കിൽ ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരുടെ നിരാശയ്ക്കുള്ള കാരണം മോഹഭംഗമല്ല, സാധാരണ ലോകപ്രകാരമുള്ള ഒരു നിരാശയല്ല. ഞാൻ പറയും ഒരു ദിവ്യമായ നിരാശയാണ്. എന്താണ് നിരാശ? അവർക്ക് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ഏർപ്പെടുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്താണ് കോരഹപുത്രന്മാരുടെ നിരാശയ്ക്ക് കാരണം? ഒന്ന്, അവർ ദൈവത്തെ ഗൗരവമായി എടുത്തു. They took God very seriously. ആരാണ് കോരഹപുത്രന്മാർ? അവർ ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു. എവിടെ വെച്ചാണ് അവർ ഈ സങ്കീർത്തനം രചിക്കുന്നത്? അടിമകളായി പ്രവാസത്തിൽ വിജാതിയരുടെ മധ്യത്തിൽ കഴിയുമ്പോഴാണ് അവർ ഈ സങ്കീർത്തനം രചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ദിവ്യമായ നിരാശയാണ് ഉള്ളത് എന്ന്. ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരും സംഗീതജ്ഞന്മാരുമായിരുന്ന അവർക്ക് ഇപ്പോൾ ഇതാ ആ ദേവാലയത്തിലെ ദിവ്യമായ ശുശ്രൂഷ നിറവേറ്റുവാൻ കഴിയുന്നില്ല. ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ അവർക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവിക സംസർഗത്തിൽ നിന്ന് അവർ വിദൂരയിലാണ് എന്ന ചിന്ത. വിശുദ്ധിയുള്ള ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവാണ്. ഇതാ ഈ കോരഹപുത്രന്മാർ ദേവാലയത്തിൽ നിന്ന് അന്യപ്പെട്ട് വിജാതിയരുടെ മധ്യത്തിൽ പ്രവാസത്തിൽ കഴിയുന്നു. അവർക്ക് ദൈവിക സംസർഗം സാധ്യമല്ല എന്ന ചിന്ത അവരെ ദുഃഖിപ്പിക്കുന്നു, നിരാശപ്പെടുത്തുന്നു. ഇവിടുത്തെ വരികളെ ശ്രദ്ധിച്ചു നോക്കുക. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. അതിൻ്റെ അർത്ഥം അവർക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഒരു ഉത്കടമായ ആഗ്രഹമാണ് ഉള്ളത്. കാരണം they took God seriously. ദൈവത്തെ അവർ ഗൗരവമായി എടുത്തു. നാം പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് എൻ്റെ ദൈവം എന്ന്. എനിക്ക് തോന്നാറുണ്ട്, ചിലരൊക്കെ നെഞ്ചത്ത് കൈവച്ച് എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ, ദൈവമേ ഇനി എനിക്കാരാണുള്ളത്, എൻ്റെ ദൈവത്തെ അവരങ്ങ് എടുത്തല്ലോ എന്ന്. അത്രമാത്രം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ്, അത്രമാത്രം കൈവശപ്പെടുത്തുന്നതിൻ്റെ ഉറപ്പോടുകൂടിയാണ് പറയുന്നത് എൻ്റെ ദൈവം എന്ന് നാം പലപ്പോഴും. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നാം എൻ്റെ ദൈവം എന്ന് അവകാശപ്പെട്ട് പറയുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ടോ? ദൈവത്തെ ഗൗരവമായി കണ്ട് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ
ദൈവത്തെ മാനിക്കുവാൻ നാം മറന്നു പോകുന്നവരല്ലേ? ഇവിടെ നോക്കൂ, ഈ കോരഹപുത്രന്മാർ അവർ ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരായി ദൈവവുമായിട്ടുള്ള സജീവമായ ബന്ധത്തിൽ കഴിഞ്ഞപ്പോൾ മാത്രമല്ല, ദൈവത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ അവർ ദൈവത്തെ ഗൗരവമായി എടുക്കുന്നു. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നത് മൂലം അവർ ഞങ്ങളുടെ ഹൃദയത്തെ അതിവേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തദ്ഫലമായി സങ്കീർത്തനക്കാരൻ പറയുന്നു, കണ്ണുനീർ രാവും പകലും ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന്. അതിൻ്റെ അർത്ഥം ദൈവ നിന്ന അവർക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ്. അവരുടെ ഹൃദയത്തെ തകർക്കുന്ന അനുഭവമാണ് എന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ദൈവമെന്ന് അവകാശപ്പെടുന്ന ഈ ദൈവത്തെ നിന്ദിക്കുന്നതായ എത്രയോ സാഹചര്യങ്ങൾ വർത്തമാനകാല ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവനിന്ദ നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ആയ അനുഭവമുണ്ടോ? അത്തരത്തിലുള്ള സംഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്? കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്, നിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, മഹത്വീകരിക്കട്ടെ എന്ന്. തീർച്ചയായും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം ലോകത്തിൽ ഉയർത്തുവാൻ നാം എന്ത് ചെയ്യുന്നു? കോരഹ് പുത്രന്മാരുടെ നിരാശയ്ക്ക് കാരണം, ദുഃഖത്തിന് കാരണം അവർ ദൈവത്തെ ഗൗരവമായി എടുത്തു. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എത്രമാത്രം ദൈവത്തെ ഗൗരവമായി കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന്. 2, അവരുടെ നിരാശയ്ക്ക് കാരണം they took worship seriously. അവർ ആരാധന ഗൗരവമായി എടുത്തു. എന്താണ് പറയുന്നത്? എപ്പോൾ ഞാൻ നിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരും? എപ്പോഴാണ് അവിടുത്തെ സന്നിധിയിലേക്ക് എത്തുവാൻ സാധിക്കുക? ആരാധനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന, ആരാധനയിൽ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരുന്ന ആ സങ്കീർത്തനക്കാരുടെ ദുഃഖമൊന്ന് ശ്രദ്ധിക്കുക. ആരാധനയിൽ സംബന്ധിക്കുവാൻ അവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രമാത്രം ആരാധന ഗൗരവമായി കാണുന്നതിനും ആരാധനയിൽ ഗൗരവമായി സംബന്ധിക്കുന്നതിനും നമുക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ വിശുദ്ധ മധുബഹ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ അർത്ഥവത്തായ രീതിയിലാണ്. അതിലെ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും പ്രതിരൂപാത്മകമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മെഴുകുതിരി, ധൂപക്കുറ്റി തുടങ്ങിയ പലതിനും അതിനെ അർഹിക്കുന്ന ഗൗരവവും അർത്ഥവുമുണ്ട്. അതിന് പല വ്യാഖ്യാനങ്ങളും നൽകാറുണ്ട്. എന്നാൽ പാരമ്പര്യ വീക്ഷണത്തിലൂടെ വിശുദ്ധ മധുബഹായിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നാം കാണുകയാണെങ്കിൽ ഞാൻ പറയും, അത് നമ്മെ വളരെയധികം ആരാധനയുടെ ഗൗരവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന്. ഒരു കാലത്ത് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് പരസ്യമായി ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഗുഹാമുഖങ്ങളിൽ രഹസ്യ സങ്കേതങ്ങളിലാണ് അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. അതും സ്ഥിരമായി ഒരു രഹസ്യ സങ്കേതത്തിൽ പോലും ആരാധിക്കുവാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും മാറി മാറിയും മറ്റും ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലം. അന്ന് അവിടെ പ്രവേശിക്കുമ്പോൾ ഗുഹാമുഖങ്ങളിൽ ഇരുണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ചെറിയ വെളിച്ചങ്ങൾ ഉപയോഗിച്ചു. മാത്രമല്ല, അവിടെ പ്രാണികളുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ, കുന്തുരുക്കം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചു. ഇന്ന് വിശുദ്ധ മധുബഹായിൽ മെഴുകുതിരികൾ കത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം, പാരമ്പര്യമായുള്ള ഒരർത്ഥം, ഒരു വ്യാഖ്യാനം പൂർവകാലത്തെ നമ്മുടെ പിതാക്കന്മാരുടെ ആരാധനയുടെ അസ്വാതന്ത്ര്യത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്.
ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന സമയത്ത് ഇരുണ്ട ഗുഹകളിൽ അവർ ആരാധിച്ചപ്പോൾ ശരിയായ വെളിച്ചമില്ലായിരുന്നു. അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീകം കൂടെയാണ് വിശുദ്ധ മധുബഹായിൽ ഉപയോഗിക്കുന്ന മെഴുകുതിരി. പ്രാണികളുടെ ശല്യം മൂലം അവർ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചിരുന്നു. പാരമ്പര്യ വീക്ഷണത്തിൽ നാം വ്യാഖ്യാനിക്കുമ്പോൾ കുന്തിരിക്കത്തിൻ്റെ പുക എന്ന് പറയുന്നത് അന്തരീക്ഷത്തെ സംശുദ്ധീകരിക്കുന്നതാണ്, മലിനീകരണത്തെ അകറ്റുന്നതാണ്. വിശുദ്ധ മധുബഹായിൽ ധൂപക്കുറ്റിയിൽ നിന്നും ധൂപമുയരുമ്പോൾ അത് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുന്നു എന്നർത്ഥം മാത്രമല്ല, ഒരു കാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ആ ആരാധനയുടെ അസ്വാതന്ത്ര്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ദൈവം തമ്പുരാൻ ആരാധനയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. ചോദിക്കട്ടെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഈ സൗകര്യങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ നാം ഉപയോഗിക്കുന്നുണ്ട്? ഒരു ദിവസം വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിൽ എന്തോ കുറഞ്ഞുപോയി എന്ന ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ? പലപ്പോഴും എത്രയോ അലംഭാവത്തോടു കൂടെയാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്. ആരാധനയ്ക്ക് ആവശ്യമായ ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇവിടെ ഇതാ കോരഹപുത്രന്മാരുടെ ദുഃഖത്തിന് ഒരു കാരണം അവർ ആരാധനയിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നതാണ്. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ സാഹചര്യത്തിൽ, മധ്യത്തിൽ അവർക്ക് ദേവാലയത്തിലെ ആരാധനയിൽ സംബന്ധിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ വേദനപ്പെട്ടുകൊണ്ട് നിരാശയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ സാധിക്കുക? അവരുടെ നിരാശ ദിവ്യമായ നിരാശയായിരുന്നു എന്ന് പറയുന്നതിന് ഒരു കാരണം അവർ ആരാധനയെ ഗൗരവമായി എടുത്തു എന്നതാണ്. 3, they took faith seriously. അവർ വിശ്വാസം ഗൗരവമായി എടുത്തു. അവർ വിശ്വാസം ഗൗരവമായി എടുത്തു. നമുക്ക് പരമ്പരാഗതമായി ലഭിച്ച വിശ്വാസത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് നാം. ഇന്ന് കുടുംബങ്ങളുടെ സമ്മേളനങ്ങളും കുടുംബ സമ്മേളനങ്ങളിൽ കുടുംബ ചരിത്ര പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന പതിവ് സാധാരണമാണ്. കുടുംബ ചരിത്രത്തിൽ എന്താണ് സാധാരണ നേളിച്ച് കാണാറുള്ളത്? നമ്മുടെ പിതാമഹന്മാർ ഒരു പ്രദേശത്ത് വന്ന് അവിടം കീഴടക്കി അവിടുത്തെ ഭൂസ്വത്തുക്കളുടെ ഉടമയായ കഥ, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, ആ പ്രദേശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വീരകഥകൾ, അത് ഞാൻ വിസ്മരിക്കുന്നില്ല, അതിൻ്റെ പ്രാധാന്യം ഞാൻ അവഗണിക്കുന്നില്ല. എന്നാൽ എന്താണ് യഥാർത്ഥമായ ഒരു കുടുംബത്തിൻ്റെ മഹിമ? അത് പിതാക്കന്മാർ നമുക്ക് നൽകിയ വസ്തുവകയുടെ പെരുമയിലല്ല, മറിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ തലമുറ തലമുറയായി കൈമാറിയ വിശ്വാസ പൈതൃകത്തിൻ്റെ മഹിമയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് AD 52 വിശുദ്ധ തോമസ് അപ്പോസ്തലൻ കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങി. അവിടെ അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്നവരോട് സത്യദൈവത്തെക്കുറിച്ച്, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് സാക്ഷീകരിച്ചു. അപ്പോസ്തലൻ്റെ വാക്കുകൾ കേട്ട് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ സത്യദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് അവർക്ക് വളരെ വില കൊടുക്കേണ്ടിയിരുന്നു. മറന്നു പോകരുത്, വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അന്യപ്പെട്ടപ്പോൾ സ്വന്തം സഹോദരങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ സുഖകരമല്ലായിരുന്നു, മറിച്ച് അസുഖകരമായ അനുഭവങ്ങളാണ് അവർക്ക് നൽകിയത് എന്നതിന് സംശയമില്ല. പക്ഷേ അവർക്ക് കൈമാറ്റപ്പെട്ട, അവർക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ വലിമ അവർ മനസ്സിലാക്കി. ആ വിശ്വാസത്തിൽ അവർ അടിയുറച്ച് ജീവിച്ച് ആ വിശ്വാസം തലമുറകൾക്ക് കൈമാറി.
ഒരു കുടുംബത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസമാണ്. ജീവിതത്തിൻ്റെ ഒരു സാഹചര്യങ്ങളിലും, ദുർഘടം നിറഞ്ഞ സാഹചര്യങ്ങളിലും, സന്തോഷം അലതല്ലുന്ന സാഹചര്യങ്ങളിലും വിശ്വാസത്തിന് പൊരുത്തപ്പെടലിന് തയ്യാറാകാത്ത നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ, അതാണ് കുടുംബത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത്. ദൈവം മതിയായവനാണ്, ദൈവം സകലത്തിനും മതിയായവനാണ് എന്ന ചിന്ത. ഇന്ന് ആ വിശ്വാസ പൈതൃകത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും നാം ഓർക്കാറുണ്ടോ? തലമുറയായി നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വിശ്വാസത്തിൻ്റെ ആഴം, ഗൗരവം നാം കാണാറുണ്ടോ? കോരഹ് പുത്രന്മാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഏത് സാഹചര്യങ്ങളിലും അവർ ദൈവത്തെയോ ദൈവവിശ്വാസത്തെയോ തള്ളിപ്പറയുവാൻ അവർ സന്നദ്ധരാകുന്നില്ല. വേദപുസ്തകത്തിൽ വളരെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള 4 യുവാക്കളുണ്ട്: ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ. അവരുടെ ജീവിതം വിശ്വാസ ജീവിതത്തിന് എന്നും ഒരു ഉത്തമ ഉദാത്തമായ ഉദാഹരണമാണ്. രാജാവ് നിർത്തിയ സ്വർണ്ണബിംബം, അതിൻ്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല, 7 മടങ്ങ് വർദ്ധിപ്പിച്ച അഗ്നികുണ്ഡം. രാജാവ് ആവശ്യപ്പെടുകയാണ്, ഒരിക്കൽ മാത്രം ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചാൽ മാത്രം മതി എന്ന്. ആ ചെറുപ്പക്കാർ പറയുന്ന മറുപടി പ്രസ്താവ്യമാണ്: ഇല്ല രാജാവേ, അങ്ങ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഒരിക്കലും ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ആ വിശ്വാസ പ്രഖ്യാപനം അവരുടെ വിശ്വാസത്തിൻ്റെ പകുതി ഭാഗം മാത്രമാണ് എന്ന് ഞാൻ പറയും. കാരണം അതിൻ്റെ 2ാമത്തെ ഭാഗത്താണ് അവരുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നാം കാണുന്നത്. അവർ പറയുന്നു, ഒരിക്കലും അങ്ങ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിൽ തന്നെയും വിശ്വാസത്യാഗികളായി തീരുകയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ ഊറ്റം കൊള്ളുന്ന ശ്രോതാക്കളെ, നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം മതിയായവനാണ്, ദൈവം വിടുവിക്കും. ഇനി വിടുവിച്ചില്ല എങ്കിൽ തന്നെയും ഈ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയുമോ? കോരഹ് പുത്രന്മാരുടെ വിശ്വാസത്തിൻ്റെ നിസ്തുല്യത എന്ന് പറയുന്നത്, അവർ വിശ്വാസത്തെ ഗൗരവമായി എടുത്തു. ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വസ്തുത നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വിശ്വാസം ഫലദായകമാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. നിരാശയുടെ ഒരു രാഗത്തിലാണ് ഈ സങ്കീർത്തനം കോരഹ് പുത്രന്മാർ ആരംഭിക്കുന്നതെങ്കിൽ, ഇത് അവസാനിപ്പിക്കുമ്പോൾ കോരഹ് പുത്രന്മാർ അവരോട് തന്നെ പറയുകയാണ് ചെയ്യുന്നത്: എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിന്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവം എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിരാശയുടെ ഒരു രാഗത്തിലല്ല ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച കോരഹ് പുത്രന്മാർ തങ്ങളോട് തന്നെ പറയുകയാണ്: ഒരിക്കലും കഷ്ടതയിലും കണ്ണുനീരിലും എൻ്റെ ജീവിതം അവസാനിക്കുകയില്ല. ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും. പ്രിയ ശ്രോതാക്കളെ, വിശ്വാസം ഗൗരവമായി എടുക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആശ്വാസമർപ്പിക്കുവാനും നമുക്ക് കഴിയണം. ദൈവത്തെ ഗൗരവമായി കാണുവാൻ നമുക്ക് കഴിയുമോ? ആരാധന ഗൗരവമായി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ പൈതൃകം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതയാത്ര തുടരുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം തമ്പുരാൻ അതിന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.